ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു 9 കള്ളിയുള്ള ഒരു മാന്ത്രിക ചതുരം എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ആദ്യമായി 9 ചെറിയ കോളങ്ങൾ വരയ്ക്കുന്നു. മേലെ അതിന് താഴെ വീണ്ടും അതുപോലെ തന്നെ ഒരു 9 കോളങ്ങൾ വരയ്ക്കുന്നു. അതിലേക്ക് തുടർച്ചയായ നമ്പറുകൾ 1 മുതൽ 9 വരെ എഴുതുന്നു. ഇതൊക്കെ 1 2 3 9 വരെ എഴുതി അതിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. 1 വേറെ, 4 2 അങ്ങനെ കട്ട് ചെയ്യുന്നു. തിരിച്ചും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നടുവിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചതുരം വേറെ കിട്ടും അല്ലേ. അതിൽ നിന്ന് പുറത്തായ കുറച്ച് നമ്പറുകളുണ്ട്. അതാണ് 1 7 3 9 അല്ലേ. ഇപ്പോൾ ആദ്യം 7നെ എടുത്ത് തിരിച്ച് അപ്പുറത്തേക്ക് നേരെ ഓപ്പോസിറ്റ് കോളത്തിലേക്ക് എഴുതുന്നു. അതുപോലെ തന്നെ അടുത്തത് 3 ആ 3നെ എടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കള്ളിയിലേക്ക് എഴുതുന്നു. അവിടെ ഒഴിവായ കള്ളിയിലേക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് 9നെ എടുത്ത് മുകളിലുള്ള കോളത്തിലേക്കും 1നെ എടുത്ത് താഴെയുള്ള കോളത്തിലേക്ക് എഴുതുന്നു. ഇപ്പോൾ നമുക്കവിടെ ഒരു ചെറിയ സ്ക്വയർ വേറെ കിട്ടിയല്ലേ. 4 9 2 അതെടുത്ത് മേലെ എഴുതുന്നു. 4 9 2 അടുത്തത് 3 5 7 അടുത്തത് 8 1 6 അല്ലേ. അറിയാലോ, മാന്ത്രിക ചതുരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിൽ കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടുമ്പോഴാണ് നമ്മൾ മാന്ത്രിക ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. 4 9 2 15 3 5 7 15 8 1 6 15 പിന്നെ വരുന്നത് 6 4 5 4 കൂട്ടിയാൽ എത്ര വരിക? 15. 6 7 2 15 5 9 1 15 8 3 4 15 8 5 2 15. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മാന്ത്രിക ചതുരം എന്താണെന്ന് അറിയാത്തവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് നിർമ്മിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എളുപ്പമല്ലേ ഒരു മാന്ത്രിക ചതുരം നിർമ്മിക്കാൻ? ഇതുപോലെ തന്നെ തുടർച്ചയായ മറ്റൊരു നമ്പർ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി 11 12 13 14 15 16 17 18 19. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ വരികയാണ്. നോക്കിയേ, വരഞ്ഞു, തിരിച്ചു അതുപോലെ തന്നെ വരയുന്നു. എന്നിട്ട് ഈ 17നെ എടുത്ത് അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. ഓപ്പോസിറ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. 13 ഇപ്പുറത്തേക്ക് വരും. 11നെ താഴേക്ക് എഴുതും. 19നെ മേലേക്ക് എഴുതും. ഓക്കെ, 14 19 12 എന്ന് കിട്ടും ഫസ്റ്റ് റോയിൽ ഇല്ലേ? യെസ്. 13 15 17 എന്ന് കിട്ടും. പിന്നെ അടുത്തത് വരുന്നത് 18 11 16 അല്ലേ. ഈ കൂട്ടി നോക്കിക്കേ. 19 14 19 12 കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 45 എന്ന് കിട്ടും അല്ലേ. നോക്കിയേ, 9 2 11 4 15 30 45 അല്ലേ. ഓക്കെ, 45 എന്ന് കിട്ടും. അടുത്തത് 13 15 17 കൂട്ടിയാൽ എത്ര കിട്ടുക? നോക്കിയേ, 45. അടുത്തത് അങ്ങനെ തന്നെയാണ് കിട്ടുക. 18 11 16 കൂടെ കൂട്ടിയാൽ എത്ര വരിക? 18 11 16 കൂടെ കൂട്ടിയാൽ 45 എന്ന് കിട്ടും. അടുത്ത് നോക്കി 6 7 2 എത്ര കിട്ടുക? 5. 15ക്ക് 5 ബാക്കി 30. അപ്പോൾ 45 എന്ന് കിട്ടും. പിന്നെ 16 15 ക്രോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതും 45 എന്ന് കിട്ടും. ഒക്കെ അടുത്തത് 5 1 6 9 15 30 45. ഓക്കെ, അടുത്തത് 45 എന്ന് തന്നെയാണ് കിട്ടുക. 18 13 14 കൂട്ടിക്കഴിഞ്ഞാൽ 45. തിരിച്ച് 18 15 12 എത്ര കിട്ടുക? 45 തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് മാന്ത്രിക ചതുരം. നോക്കിയാൽ അതിൽ നടുവിൽ വരുന്ന നമ്പർ ഉണ്ടല്ലോ, 15 എന്ന നമ്പറിൻ്റെ
മൂന്നിരട്ടിയല്ലേ 45 വരുന്നത്. തുടർച്ചയായുള്ള നമ്പറുകളുടെ മാന്ത്രികതന്ത്രം നിർമ്മിക്കുമ്പോൾ ഇങ്ങനെയും ഒരു ഗുണമുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരവും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള മറ്റൊരു മാന്ത്രികതന്ത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ വിട്ടുപോയ ഭാഗങ്ങളെ പൂരിപ്പിക്കുക. അതുപോലെ തന്നെ പുതിയ മാന്ത്രികതന്ത്രങ്ങൾ ഉണ്ടാക്കി പഠിക്കണം. എല്ലാവരും ഒരു പുതിയ മാന്ത്രികതന്ത്രം കൂടെ ഉണ്ടാക്കി നോക്കുക, നല്ല മക്കളായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഉത്തരം എല്ലാവരും കമൻറ്റായി രേഖപ്പെടുത്തുക. ടീച്ചറെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.